ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. എൻവയോൺമെൻറ്റൽ സയൻസ് 2026, അതായത് ഈ വർഷം പുസ്തകത്തിന് ചെറിയ മാറ്റങ്ങളുണ്ട്. 2025 ടെക്സ്റ്റ് ബുക്ക് ഒരു തവണ മാറിയതാണ്. 2026 കുറച്ചുകൂടി മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോർഷൻസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. EVSൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 4ാം ക്ലാസ്സിൻ്റെ EVS നിങ്ങൾ നോക്കുക. 2026, അതായത് ഈ വർഷം മാറിയ പുതിയ പാഠപുസ്തകമാണിത്. അതിലെ ക്ലാസ്സുകളാണ് നമുക്ക് നോക്കാം. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും. വാട്ട് ലിവിങ് ബീങ്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ആ പിക്ചറിൽ ഏതൊക്കെ ജീവജാലങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് ചോദ്യം. നമുക്ക് അവരുടെ പേരുകളൊക്കെ ഒന്ന് എഴുതാം കേട്ടോ. സ്നെയില്, ക്രാബ്, ബനാന പ്ലാന്റ്, പാരറ്റ്, ഫിഷ്, ഫ്രോഗ്, ആൻഡ്, ബേർഡ്സ്, ഫ്ലവർ. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. Is the environment in which you live similar to one shown in the picture? നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടും ഈ എൻവയോൺമെൻറ്റും സെയിം ആണോ ചോദിച്ചാൽ അല്ല, നോ. What are the similarities and differences? What living beings do you see in your surroundings? നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ജീവജാലങ്ങളുടെ പേര് നിങ്ങൾ എഴുതിക്കോളൂ. Classify the living beings you found out and record them in the table. അങ്ങനെ നിങ്ങളുടെ ചുറ്റും കാണുന്ന, ലാൻഡിൽ കാണുന്നതും വാട്ടറിൽ കാണുന്നതുമായിട്ടുള്ള ജീവജാലങ്ങളുടെ പേരൊന്ന് എഴുതുക. ലാൻഡിൽ കാണുന്നത് സ്ക്യൂറൽ, ക്യാമലിയോൺ, ബനാന പ്ലാന്റ്, പാരറ്റ്, ക്രാബ്. വെള്ളത്തിലാണെങ്കിൽ ഫിഷ്, വാട്ടർ ലില്ലി, ലോട്ടസ്, ഫ്രോഗ്. അടുത്തത്, വൈ ആർ ഫിഷ് അണേബിൾ ടു ലിവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് മീനുകൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയാത്തത്? ആൻസർ ഇതാണ്, ബിക്കോസ് ദേ ബ്രീത്ത് യൂസിങ് ഗിൽസ്. അവർ ഗിൽസ് വെച്ചിട്ടാണ് ശ്വസിക്കുന്നത്. വിച്ച് ആർ ഡിസൈൻ ടു എക്സ്ട്രാക്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫ്രം വാട്ടർ. വെള്ളത്തിൽ നിന്ന് മാത്രം ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് ലാൻഡിൽ ശ്വസിക്കാൻ പറ്റില്ല. അടുത്തത്, ഷാൾ വി ഒബ്സർവ് എ ഫിഷ് കെപ്റ്റ് ഇൻ എ ഗ്ലാസ് ബൗൾ? ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ടിരിക്കുന്ന ഒരു മീനിനെ നിരീക്ഷിക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ ഫിഷ് ബോഡി ആർ കണ്ടിന്യൂസ്ലി മൂവിങ്? ഫിഷിന്റെ ശരീരത്തിലെ ഏത് ഭാഗമാണ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, അനങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മൗത്ത്, എപ്പോഴും അതിങ്ങനെ വായ തുറന്നു അടച്ചുകൊണ്ടിരിക്കും. ഗിൽസ്, ഫിൻസ്, ടെയിൽ, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അടുത്തത്, You may have noticed that fish frequently open and close their mouth and gill covers. കണ്ടല്ലോ. Why do fish do so? എന്താണ് വായും ഗിൽസും എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. Lift the gill cover of a fish such as mackerel or sardine slightly and observe. ഇതുപോലെ ഏതൊരു മീനിൻ്റെ എടുത്തിട്ട് ഒന്ന് നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് നോക്കാം. ആനിമൽസ് ഓൺ ലാൻഡ് ബ്രീത്ത് ഓക്സിജൻ പ്രസന്റ് ഇൻ ദ എയർ. ഭൂമിയിൽ കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ അന്തരീക്ഷത്തിലെ, അതായത് എയറിലുള്ള വായുവിലെ ഓക്സിജൻ ശ്വസിക്കും. ഹവർ ഫിഷ് ബ്രീത്ത് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. മീനുകളാണെങ്കിൽ വെള്ളത്തിലെ ഓക്സിജൻ ആണ് അത് വലിച്ചെടുക്കുക. ദ ബോഡി പാർട്സ് ദാറ്റ് ഹെൽപ്പ് ഫിഷ് ബ്രീത്ത് ആർ ഗിൽസ്. അതിനെ ശ്വസിക്കാൻ സഹായിക്കുന്ന ബോഡി പാർട്ട് ഏതാ? ഗിൽസ് ആണ്. വൈൽ ബ്രീത്തിങ് ഫിഷ് ടേക്ക് വാട്ടർ ഇൻ ടു ദ മൗത്ത്. ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് മീനുകൾ എന്ത് ചെയ്യും? വായിലോട്ട് വെള്ളം എടുക്കും. ഇറ്റ് ഫ്ലോസ് ഓവർ ദെയർ ഗിൽസ് ആൻഡ് ഇറ്റ് എക്സിറ്റ്സ് ത്രൂ ദ ഗിൽ കവർ. ആസ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഗിൽസ്, ദ ഗിൽ അബ്സോർബ് ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ ഒരു ഗിൽസ് ഉണ്ടല്ലോ, അതാണ് വെള്ളത്തിലെ ഓക്സിജൻ വലിച്ചെടുക്കാൻ അവരെ സഹായിക്കുന്നത്. അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഫിഷ് മൂവ് ഈസിലി ഇൻ വാട്ടർ? വെള്ളത്തിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ മീനുകളെ സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, tail fin, arrangement of scales and slippery nature of fish help them move through water. Fish breathe with the help of gills. Fishes breathe ചെയ്യുന്നത് ഗിൽസിന്റെ സഹായത്തോടെയാണ്. അടുത്തത്, ഡ്രോ ദ ഫിഷ് യു ഒബ്സർവ്ഡ് ആൻഡ് ലേബൽ ഇറ്റ്സ് പാർട്സ്. നിങ്ങൾ ഒരു ഫിഷിനെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ എഴുതുക. അപ്പോൾ താഴെ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫിഷിൻ്റെ ഭാഗങ്ങളൊന്ന് എഴുതിയിട്ട് വരാം. ഇങ്ങനെ നോക്കാം എങ്ങനെയൊക്കെയാണ്. ആദ്യം ഐസ്, കണ്ണുകൾ. പിന്നെ ഈ കാണുന്നത് അതിൻ്റെ ഡോർസൽ ഫിന്ന് ആണ്. പിന്നെ ഉള്ളത് മൗത്ത്, ഗിൽസ്, പെക്ട്രൽ ഫിന്ന്, പെൽവിക് ഫിന്ന്, ആനൽ ഫിൻ, ടെയിൽ ഫിൻ. കണ്ടല്ലോ, ഇതാണ് പെൽവിക് ഫിൻ കേട്ടോ, ഇവിടെ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ബോഡി പാർട്സ് കേട്ടോ.
അടുത്തത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫിൻസ് ഫോർ ഫിഷ്. നമുക്ക് 5 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആദ്യം ഒന്ന് നോക്കണം, ശേഷം നമുക്ക് ഈ ബോക്സ് വായിക്കാം. അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് ആൻസേഴ്സിലേക്ക് പോവാം കേട്ടോ, അതാണ് കുറച്ചുകൂടി നല്ലത്. നോക്കാം. ഫിഷ് മൂവ് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഫിൻസ്. ഫിഷുകൾ എന്ത് വെച്ചിട്ടാണ്? ഫിൻസിന്റെ സഹായത്തോടെ മൂവ് ചെയ്യുന്നു. ദ ടെയിൽ ഫിൻസ് ഹെൽപ്പ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. ഒരു ഡയറക്ഷൻ മാറാൻ അവരെ സഹായിക്കുന്നത് ടെയിൽ ഫിന്നാണ്. The pointed body shape and the slippery surface of the body help with easy movement in water. The absence of external ears and a neck helps fish move smoothly without obstruction in water. അവർക്ക് പുറം ചെവികളോ നെക്കോ ഇല്ലാത്തത് കൊണ്ട് സ്മൂത്ത് ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. Since the scales are arranged in rows from front to back, they lie close to the body when fish move forward and help for smooth movement. Note the conversation between the frog and the water lily. ഫ്രോഗും വാട്ടർ ലില്ലിയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ആൻസേഴ്സ് ഒന്ന് ചെയ്തിട്ട് വരാം. What are the uses of fins for fish? Fins helps fish move in water and the tail fin specifically helps them change the direction of movement. Does the pointed front benefit fish in any way? Yes, the pointed body shape helps with easy movement through the water. How does the absence of external ears and neck help fish in movement? The absence of external ears and neck allows fish to move smoothly without any obstruction in the water. How does the slippery nature of the fish's body help the movement? The slippery surface of the body reduces resistance, allowing for easy movement in air. How does the arrangement of scales help fish in movement? The scales are arranged in rows from front to back, allowing them to lie close to the body. This streamlined arrangement helps the fish move forward smoothly. ഇനി നമുക്ക് ഫ്രോഗിൻ്റെയും വാട്ടർ ലില്ലിൻ്റെയും അഡാപ്റ്റേഷൻസ് ഒന്ന് എഴുതി നോക്കാം. വാട്ടർ ലില്ലിക്ക് വാക്സ് ലൈക്ക് കോട്ടിംഗ് ഉണ്ട്, മെഴുകു പോലത്തെ ഒരു കോട്ടിങ്. പിന്നെ എയർ സ്പേസസ് ഉണ്ട് സ്റ്റെമ്മിൽ, ഇൻ ദ സ്റ്റെം. ബ്രോഡ് ഫ്ലാറ്റ് ലീവ്സ് ആണ്, വളരെ പരന്നതും ഫ്ലാറ്റ് ആയിട്ടുള്ള ഇലകളുണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഫ്രോഗ് ആണെങ്കിൽ സ്കിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്രീത്തിങ് ഇൻ വാട്ടർ. വെള്ളത്തിലാവുമ്പോൾ അതിൻ്റെ സ്കിൻ അതിനെ ശ്വസിക്കാൻ സഹായിക്കും. വെബ്ഡ് ഫീറ്റ് ആണ്, അതിൻ്റെ കാൽപാദങ്ങൾ കണ്ടോ, വെബ്ഡ് ആണ്. മോയിസ്റ്റ് സ്കിന്നാണ്. സ്ട്രോങ് ഹിൻഡ് ലെഗ്സ് ആണ്. ഇത്രയുമാണ് അവരെ അവരുടെ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ സഹായിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഈ തന്നിരിക്കുന്നത് വേർ ആർ ദീസ് പ്ലാന്റ്സ് ഇൻ ഡെസേർട്സ് ആണ് കേട്ടോ. ഞാനതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ, ഡെസേർട്സിൽ കാണുന്നതാണിത്. DESERTS ആണ് കേട്ടോ, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടതിൽ, അതുകൊണ്ടാണ് പറയുന്നത്. ഡെസേർട്സ് ആണ്. വാട്ട് ഇസ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? നമുക്ക് നോക്കാം ഉത്തരം. സച്ച് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ പ്ലേസസ് വെർ വാട്ടർ ഈസ് സ്കേഴ്സ്. വാട്ടർ ഇല്ലാത്തവിടെ കാണുന്ന ചെടികളാണിവ. ദെയർ സ്റ്റെംസ് ആർ തിക്ക് ആൻഡ് ഫ്ലഷി. വളരെ തിക്ക് ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള തണ്ടുകളാണ്. ദേ ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് വാട്ടർ. കണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. സ്റ്റെംസ് തിക്ക് ആൻഡ് ഫ്ലഷി ആണ്, വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെയർ റൂട്ട്സ് ക്വിക്ലി അബ്സോർബ് ദ വാട്ടർ ദാറ്റ് ഇസ് ഒക്കേഷണലി അവൈലബിൾ. അപ്പോൾ അവിടെ മരുഭൂമിയിലൊക്കെ മഴ പെയ്യും, ആ വെള്ളമൊക്കെ ഇത് വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്യും. സിൻസ് ദെയർ സ്റ്റെംസ് ഹാവ് എ വാക്സ് ലൈക്ക് കോട്ടിംഗ്, വാട്ടർ ലോസ് ഈസ് റെഡ്യൂസ്ഡ്. അടുത്തത് ഒബ്സർവ് ദ പിക്ചേഴ്സ് ആണ്. നമുക്ക് സ്റ്റിക്ക് ഇൻസെക്റ്റ്, ഗ്രാസ് ഹോപ്പർ, ലീഫ് ഇൻസെക്റ്റ്, മോത്തിൻ്റെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഹൗ ഡു ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഓർഗാനിസംസ് ഇൻ ദ എബോവ് പിക്ചർ ഹെൽപ്പ് ദം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വരുന്നത് ഓരോന്നിൻ്റെയും ബോഡി ഫീച്ചേഴ്സ്. യു ഹാവ് ലേൺ ദാറ്റ് ലിവിങ് ബീങ്സ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ദം എസ്കേപ്പ് ഫ്രം എനിമീസ്. ക്യാച്ച്, പ്രേ, മൂവ്, ബ്രീത്ത് ആൻഡ് സർവൈവ് ഡിഫിക്കൽട്ട് കണ്ടീഷൻ. അതിനെ നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയും. ലിവിങ് ബീങ്സ് ഹാവ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സൂട്ടഡ് ടു ദ എൻവയോൺമെൻറ്റ്. അവർ ജീവിക്കുന്ന പരിസരത്തിന് അനുയോജ്യമായിട്ട് അവർക്ക് എന്തുണ്ടാവും? ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇൻ വിച്ച് ദേ ലിവ്. സച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആർ കാൾഡ് അഡാപ്റ്റേഷൻസ്. അതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുക. അടുത്തത്, നോട്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ സ്റ്റോർക്ക് ആൻഡ് ദ ഫിഷ്. ഇവിടെ ഒരു കൊറ്റിയും ഒരു മീനിനെയും തന്നിട്ടുണ്ട്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലിവ് ഇൻ ദ ഫീൽഡ്. ഇവിടെ ജീവിക്കാനുള്ള എല്ലതും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം മീൻ പറയുന്നു വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. അപ്പം ഞങ്ങൾക്കുള്ളതെല്ലാം ഈ പോണ്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇവർക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്നു, ഇവർക്ക് പോണ്ടിൽ നിന്ന്. വൈ മൈറ്റ് ദ ഫിഷ് ഹാവ് സെഡ് ദിസ്? ഡിസ്കസ്. എന്തുകൊണ്ടാണ് ഈ മീൻ ഇങ്ങനെ പറഞ്ഞത്? ഡിസ്കസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഉത്തരമുണ്ട്. Because the pond is its natural habitat, it provides all the essential resources the fish needs to survive. അപ്പോൾ അത് അതിൻ്റെ പ്രകൃതിദത്തമായിട്ട് ആവാസ സ്ഥലമാണ് മീനിൻ്റെ. അവിടെ അതിന് വേണ്ടതെല്ലാം ഉണ്ടായിരിക്കും.
അടുത്തത്, വാട്ട് ഡസ് ദ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? പോണ്ടിൽ നിന്ന് മീനിന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? പ്ലേസ് ടു ലിവ്, ജീവിക്കാനുള്ള ഒരു സ്ഥലം, വാട്ടർ, ഫുഡ്, പ്രൊട്ടക്ഷൻ, വെള്ളം, ഭക്ഷണം, പ്രൊട്ടക്ഷനും. അതായത് ഇതിനെ ആരെങ്കിലും പിടിക്കുന്നതിനുള്ള പ്രൊട്ടക്ഷനും കിട്ടും. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഗ്രാസ് ലാൻഡ്, അക്വേറിയം, ഗാർഡൻ പോണ്ട്, ഫോറസ്റ്റ്. ഇതിൽ ഏതൊക്കെയാണ് നാച്ചുറലി ഉള്ളത്, ഏതൊക്കെയാണ് ഹ്യൂമൻ മെയ്ഡ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഈ ഗ്രാസ് ലാൻഡും ഫോറസ്റ്റും എന്താണ്? നാച്ചുറൽ ആണ് കേട്ടോ. ഞാൻ അവിടെ എന്ന് എഴുതാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ രണ്ടെണ്ണം, നാച്ചുറലാണ് കേട്ടോ. ഇനി അക്വേറിയവും ഗാർഡൻ പോണ്ട് ഹ്യൂമൻ മെയ്ഡ് ആണ്. അക്വേറിയവും ഗാർഡൻ പോണ്ട് ഹ്യൂമൻ മെയ്ഡ് ആണ്. മാറ്റി എഴുതുക, ഞാനിവിടെ എഴുതിയിട്ടില്ല, അതാണ് പറയുന്നത്. അപ്പൊ വീണ്ടും പറയുന്നു, ഗ്രാസ് ലാൻഡും ഫോറസ്റ്റും ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഹ്യൂമൻ മെയ്ഡിന്റെ ഉത്തരമാണ് ഗാർഡൻ പോണ്ടും അക്വേറിയവും. The surroundings in which an organisms live is called its habitat. ഒരു ഹാബിറ്റാറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാട്, അതിൻ്റെ ആവാസ സ്ഥലമാണ്. ഇനി നാച്ചുറൽ ഹാബിറ്റാറ്റും ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റാറ്റിനും എക്സാമ്പിൾ എഴുതണം. നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആണ് ഫോറസ്റ്റ്, ഓഷ്യൻ, ഡെസേർട്ട്, റിവർ, പോണ്ട്. ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റാറ്റ്സ് ആണ് അക്വേറിയം, സൂ, ഗാർഡൻ, ഫാം ഒക്കെ. A pond is a habitat. Apart from living things, what else is present there? ജീവജാലങ്ങളല്ലാതെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഫിഷും സ്റ്റോർക്കും എല്ലാം ഉണ്ട്. അതുപോലെ ഫ്രോഗ്, ടോർട്ടോയ്സ് ഉണ്ട്. ഇതിൽ ഒരു എഴുതാൻ വിട്ടൊരു കാര്യം ഞാനിവിടെ പറയാം. ജീവനുള്ളതല്ലാണ്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും കൂടി ചോദ്യമുണ്ട് കേട്ടോ, ഞാൻ എഴുതിയിട്ടില്ല. ഇവിടെ അതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട് ഇവിടെ എഴുതാം. പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ കാണാം നിങ്ങൾക്ക്? റോക്ക് ഉണ്ട്. ജീവനില്ലാത്തത് പറയുകയാണെങ്കിൽ റോക്ക് ജീവനില്ലാത്തതാണ്. പ്ലാന്റ്സിന് ജീവനുണ്ട്, റോക്കിന് ജീവനില്ലല്ലോ, റോക്ക് ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെ സ്നേക്ക് ഒക്കെ കാണുന്നുണ്ട്. സ്നേക്ക് എഴുതാം, ജീവനുള്ളതാണത്. പിന്നെ റോക്ക്, പ്ലാന്റ്സ്, പിന്നെ ടോർട്ടോയ്സ്, ഫിഷ്, ലോട്ടസ്. ഇത് ലോട്ടസ് അല്ലേ? ലോട്ടസ് എഴുതാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. എ ഹാബിറ്റാറ്റ് ഹാസ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സാധനങ്ങൾ ഉണ്ടാവും. എക്സാമ്പിൾസ് ഓഫ് ലിവിങ് കമ്പോണൻസ്, പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസം ഒക്കെ ജീവനുള്ളതാണ്. നോൺ ലിവിങ് ആണെങ്കിൽ സോയിൽ, റോക്ക്, എയർ, വാട്ടർ, സൺലൈറ്റ്. അപ്പോൾ നമുക്ക് ഈ പോണ്ടിൽ ഇവിടെ വാട്ടർ എഴുതാം കേട്ടോ. ഇതിൽ വാട്ടർ എഴുതാം, ഞാനതിവിടെ എഴുതിയിട്ടില്ല. വാട്ടർ എഴുതാം, വാട്ടർ എഴുതിക്കോളൂ. എനിക്ക് എഴുതാൻ ഇതിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇനി ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് കമ്പോണൻസ് ലൈക്ക് എയർ ആൻഡ് വാട്ടർ ഫോർ സർവൈവൽ. സിമിലർലി ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ. ജീവനുള്ള എല്ലാവരും ഒരാൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഒരാളല്ല, എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ഇവിടെ കഴിയുന്നത്. ഫോർ വാട്ട് പർപ്പസ് ഡസ് വൺ ലിവിങ് ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ അനദർ? എന്തിനൊക്കെയാണ് ഒരു ജീവജാലം മറ്റൊരു ജീവജാലത്തെ ആശ്രയിക്കുന്നത്? ഫുഡിന്, ഷെൽട്ടർ ഓർ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ഡിപ്പെൻഡൻസി ചാർട്ടാണ് കേട്ടോ. കണക്ട് ചെയ്യണം നിങ്ങളിത്. നമുക്കറിയാം, ആദ്യം നമുക്ക് ഈ പ്ലാന്റ്സിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഓക്കെ, ഈ ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും, സ്നേക്കിനെ ആര് കഴിക്കും? ഈ ഒരു ഈഗിൾ കഴിക്കും. ഇനി തിരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. ഇതിനകത്ത് മീനുണ്ടല്ലോ, മീനിനെ ഡയറക്റ്റ് ആയിട്ട് ആര് കഴിക്കും? മീനിനെ ഈ പറയുന്ന ഈഗിൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രോഗോ മീനിനെ സ്നേക്ക് കഴിക്കും, സ്നേക്കിന് ഇത് കഴിക്കും എന്നാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലിവിങ് ബീങ്സ് യൂസ് എയർ ഫോർ ബ്രീത്തിങ്. വാട്ടർ ഇസ് ഓൾസോ നെസസറി ഫോർ ദെയർ സർവൈവൽ. അപ്പോൾ എയർ ബ്രീത്തിങ്ങിന് വേണം, പിന്നെ വെള്ളം വേണം ജീവിക്കാൻ. പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ്, വാട്ടർ ആൻഡ് എയർ ടു പ്രൊഡ്യൂസ് ഫുഡ്. പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? സൺലൈറ്റ്, വാട്ടർ, എയർ. ഫ്രോഗ്സ് ഡിപ്പെൻഡ് ഓൺ ഗ്രാസ് ഹോപ്പേഴ്സ് ആൻഡ് ഫ്ലൈസ് ഫോർ ഫുഡ്. Plants like Vanta depend on other plants for their living place. Such interdependence is the basis for the survival of the living world. അപ്പോൾ ഇങ്ങനെ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ലിവിങ് വേൾഡിൻ്റെ പ്രത്യേകത. അടുത്തത്, the hill also has something to say. ഈ കുന്നുകൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. You can see us in many places in your locality. നിങ്ങളുടെ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഞങ്ങളെ കാണാം.
We provide habitats from earthworms to jackals and for many diverse plants. We store rainwater, we supply water to wells, streams, fields, we can also control wind. But today we are in a big crisis. Don't humans recognize our importance? അപ്പോൾ ഈ കുന്നുകൾ എന്താ പറയണത്? ഞങ്ങൾ ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ്. ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വെക്കുന്നു, കിണറുകളിലേക്ക് വെള്ളം കൊടുക്കുന്നു, അതുപോലെ പുഴയിലും ഫീൽഡിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്നു, കാറ്റുകളെ കൺട്രോൾ ചെയ്യണു. എന്നിട്ടും ഞങ്ങളെ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ് അല്ലെ, കുന്നുകളെ ഇടിച്ച് നികത്തുന്നു. എന്താ മനുഷ്യർ ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഹാവൻറ്റ് യു ഹേർഡ് വാട്ട് ദ ഹിൽ സെഡ്? നിങ്ങൾ കേട്ടില്ലേ അവർ പറയുന്നത്? വാട്ട് ആർ ദ പ്രോബ്ലംസ് വി മേ ഫേസ് ഇഫ് ദ ഹിൽസ് ആർ ലെവൽ? കുന്നുകൾ നികത്തിയാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും? മെനി ഓർഗാനിസം ലോസ് ദെയർ ഹാബിറ്റാറ്റ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, സോയിൽ ഇറോഷൻ, വാട്ടർ സ്കാർസിറ്റി, ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്തത് ഡോൺ കണ്ടാമിനേറ്റ് ആണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. നമുക്ക് പൊല്യൂഷൻ ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കളക്ട് വേസ്റ്റ് ആൻഡ് റീയൂസിങ്ങിൻ്റെ, ആദ്യം വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് റീയൂസ് ചെയ്യുക, മണ്ണിനെയും വെള്ളത്തിനെയും സംരക്ഷിക്കാൻ ചെയ്യേണ്ടതാണ്. പ്ലാന്റ് സാപ്ലിങ്സ് ഇൻ പബ്ലിക് പ്ലേസസ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, മരത്തൈകൾ പബ്ലിക് പ്ലേസസിൽ. കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുക, കറക്റ്റായ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക. ഈസ് യുവർ സ്കൂൾസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ? നിങ്ങളുടെ സ്കൂളും പരിസരവും ക്ലീൻ ആണോ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ലാന്ന് എഴുതുക കേട്ടോ. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ് ആണ്. ദർ ആർ കൗണ്ട്ലെസ് ലിവിംഗ് ബീയിങ്സ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ ദ സീ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് ടു സീ ദം ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ലിവിംഗ് ബീയിങ്സ് ഫൈൻഡ് ദെയർ ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ് ഇൻ ദെയർ സറൗണ്ടിങ്സ്. നോക്കൂ, നമ്മുടെ ചുറ്റും ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ, കരയിലും കടലിലും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം ഉണ്ട്. അവർ എർത്ത് അവർ ഫ്യൂച്ചർ, വി അവർസെൽസ് ആർ ദ പ്രൊട്ടക്ടേഴ്സ്, ലെറ്റ് us ഫോളോ ഗ്രീൻ റൂൾസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രകൃതിയുടെ, നമ്മുടെ ഭൂമിയുടെ സംരക്ഷകർ. അത് മനസ്സിലാക്കുക. പ്രകൃതിയെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കുക, മലിനമാക്കാതിരിക്കുക. ലെറ്റസാസസ് ആണ്. വെയിൽ എവിടെയാണ് വെയിലിൽ കാണുക? തിമിംഗലം. ഓഷ്യൻ. കാക്ടസ് പ്ലാന്റ് ഡ്രൈ ലാൻഡ് ആണ്. സ്പോട്ടഡ് ഡിയർ ഫോറസ്റ്റ്, വാട്ടർ ലില്ലി പോണ്ട്. അടുത്തത് അഡാപ്റ്റേഷൻ മാച്ച് ചെയ്യുക. ഫ്രോഗിനെ ബ്രീത്ത്സ് ത്രൂ സ്കിന്ന്. അടുത്തത് ഈ മീനിൻ്റെ ആദ്യത്തെയാണ് കേട്ടോ, ബ്രീത്ത്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഈ ലോട്ടസിന് ലീവ്സ് ഹാവ് എ വാക്സ് ലൈക്ക് കോട്ടിംഗ്. പിന്നെ ഈ പറയുന്ന കാക്ടസ് പ്ലാന്റ് സ്റ്റോഴ്സ് വാട്ടർ ഇൻ ദ സ്റ്റെം. ചോദ്യം, ഈവൻ ഇഫ് ഓൾ ദ പ്ലാന്റ്സ് ഇൻ എ ഹാബിറ്റാറ്റ് ആർ ഡിസ്ട്രോയിഡ്, ദ ഫ്രോഗ്സ് ലിവിംഗ് ദർ വിൽ നോട്ട് ഫേസ് എനി പ്രോബ്ലം. എന്താ അവർ പറയണത്? എല്ലാ ചെടികളും ഈ ആവാസ വ്യവസ്ഥയിലെ എല്ലാ പ്ലാന്റ്സും നശിച്ചാലും തവളകൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഒപ്പീനിയൻ എറോസ് ഇൻ ദ ക്ലാസ് ഡിസ്കഷൻ. ഡു യു എഗ്രി വിത്ത് ദിസ്? വൈ? നിങ്ങൾ ഈ പറയുന്ന പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അത് ശരിയല്ല, അല്ല, നോ ആണ് കേട്ടോ. കാരണം നോ, ഐ ഡു നോട്ട് എഗ്രി. ഈവൻ ദോ ഫ്രോഗ്സ് ആർ കാർണിവോറസ്, ഈറ്റിംഗ് ഇൻസെക്ട്സ്, ദേ ആർ പാർട്ട് ഓഫ് എ ഫുഡ് ചെയിൻ ദാറ്റ് ബിഗിൻസ് വിത്ത് പ്ലാന്റ്സ്. ഇപ്പോൾ ഫ്രോഗ്സ് കാർണിവോറസ് ആണ്, അതായത് അവർ ഇൻസെക്ട്സിനൊക്കെയാണ് തിന്നുന്നത്, പ്ലാന്റ്സിനെ അവർ തിന്നണില്ല. എങ്കിലും അവർ നമ്മുടെ ഫുഡ് ചെയിനിൻ്റെ ഭാഗമാണ്. ഇഫ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രോയിഡ്, ഇപ്പോൾ ചെടികളെല്ലാം നശിച്ചാൽ ഇൻസെക്ട്സ് ദാറ്റ് റിലൈ ഓൺ പ്ലാന്റ്സ് വിൽ ഡൈ. അതായത് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവജാലങ്ങൾ, ഇൻസെക്ട്സ് നശിക്കും. ഇൻസെക്ട്സ് ഇല്ലെങ്കിൽ ഫ്രോഗ്സിന് ഭക്ഷണം കിട്ടുമോ? ഇല്ല അല്ലേ. The balance of oxygen and carbon dioxide in the habitat will be disrupted. Frogs lose their shelter and shade provided by vegetation. അടുത്ത ചോദ്യം, which of the following statement about fishes are correct? 2ഉം 4ഉമാണ്. അതായത് രണ്ടാമത്തെ എന്താ? ഗിൽസ് ആർ ദ ഓർഗൻസ് ഫോർ റെസ്പിറേഷൻ. അടുത്തത് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയേഴ്സ് അലോ സ്മൂത്ത് മൂവ്മെന്റ് ഇൻ വാട്ടർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ചൂസ് ഓർഗാനിസം ഫ്രം ദ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ഗ്രാസ് ഹോപ്പർ. അപ്പോൾ പ്ലാന്റിനെ തിന്നുന്നത് ഇതിൽ ആരാണെന്ന് നിങ്ങൾ നോക്കുക. പ്ലാന്റ്സിനെ കഴിക്കുന്ന ഒരാളായിരിക്കണം, ആ ആളെ ഫ്രോഗ് തിന്നും വേണം കേട്ടോ. അപ്പം അങ്ങനെ പ്ലാന്റ്സിനെ തിന്നുന്നത് ആരാണ്? ബട്ടർഫ്ലൈയും വേമും വരും. ബട്ടർഫ്ലൈനെ ഫ്രോഗ് തിന്നുമെങ്കിൽ ബട്ടർഫ്ലൈനെ നമുക്കിവിടെ ഇടാം. ഓക്കെ, ബട്ടർഫ്ലൈനെ ഇടാവുന്നതാണ്. ബട്ടർഫ്ലൈനെ തവള കഴിക്കും, തവളേനെ സ്നേക്ക് കഴിക്കും കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈനെ എഴുതാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.